പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിരവയ്ക്ക കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പിട്ട ഒരു തേങ്ങ അരച്ച കറി, തനി നാടൻ കറിയാണ്. അപ്പോൾ വരും, നമുക്കത് തയ്യാറാക്കാം. പരിപ്പും ചിരവയ്ക്കയും കൂടിയുള്ള കറി. ചിരവയ്ക്ക നമ്മൾ അതിന് വേണ്ടി എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. മൂക്കാത്ത ചിരവയ്ക്കയാണ് ടേസ്റ്റ്. ഒരു 1/2 കിലോ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് പരിപ്പ്, 1 കപ്പ് പരിപ്പ് നമ്മൾ കഴുകി അതും എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ മൺചട്ടിയിൽ അല്ലെങ്കിൽ കൽച്ചട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും പാത്രത്തിൽ ഉണ്ടാക്കുക. അപ്പോഴേ ഇതിൻ്റെ ഒരു തനതായ ടേസ്റ്റ് വരുള്ളൂ. ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൽച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോഴതിൽ വെള്ളം വേണം. വെള്ളം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് കഴുകിയിട്ടു. കൽച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളം ഉള്ള അവസ്ഥയിൽ അത് അടുപ്പത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകും കല്ലിൻ്റെ. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ കിട്ടാനും എളുപ്പമല്ല. അപൂർവമായി കിട്ടുമ്പോൾ നമ്മൾ അതുപോലെ അത് സൂക്ഷിക്കുകയും ചെയ്യുക. നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കുക, ഒന്ന് കരിഞ്ഞെടുക്കുക. ഇതരിഞ്ഞ് നമ്മളൊരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വലിയൊരു തേങ്ങയുടെ ഒരു മുറി വേണം, അരച്ചെടുക്കുക. ജീരകം ഇട്ടിട്ട് അരയ്ക്കുക. അവനെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തു. ചിരവയ്ക്ക കുഞ്ഞനെ കുളിപ്പിച്ചൊക്കെ എടുത്തു. ഇനി അവനെ നമ്മൾ അരിഞ്ഞെടുക്കണം. രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ് നമ്മളവനെ അരിഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി വെക്കാൻ പോവുകയാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. അപ്പോൾ അവനെ ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരൻ ചിരവയ്ക്ക കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി കുനുകുനായെന്നരിഞ്ഞ് നമ്മൾ അവനെ പതുക്കെ കൽച്ചട്ടിയിലേക്ക് മാറ്റുന്നു. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ചേർക്കണം. അര കിലോ വെയിറ്റുള്ള ഒരു ചിരവയ്ക്കയാണ്. അവനെ നമ്മൾ കഷ്ണമായി മുറിച്ചെടുത്തു. ശേഷം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. കൽച്ചട്ടി ചൂടായാൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ സൂക്ഷിക്കണം, തട്ടിപ്പോവാതെ കൈയൊക്കെ. കൽച്ചട്ടിയിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുക. ഏതാണ്ട് അത് നിറയാനോളം ഉണ്ടാവും, 1/2 കിലോ. ഇത് മൂടി വെച്ച് നമ്മൾ വേവിക്കണം. അപ്പം നമ്മൾ അതിലേക്ക് ചിരവയ്ക്കയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് ഇളക്കി മൂടി വേവിക്കേണ്ടതാണ്. മൂടി വേവിച്ചിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ പണികളൊക്കെ ചെയ്യാം. അരവൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഇത്തിരി മുളക് പൊടിയും കൂടി അതിലേക്ക് ഇടണം. ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളം വെച്ചത്. ഇനി നമ്മൾ മുളകും കൂടി ഇട്ടു. വേവട്ടെ.
അതേസമയം അടുപ്പത്ത് വേറെ കൈപ്പയ്ക്ക കറി ഉണ്ട്, അതും ഒന്ന് ഇളക്കി കൊടുക്കണം. ചിരവയ്ക്ക നന്നായി തിളച്ചു വേവാറായി തുടങ്ങിയിട്ടുണ്ട്. വെന്തിട്ടില്ല, എന്നാലും തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന കാണാൻ നല്ല രസമല്ലേ, ഒരു ചലനം, മൊമെൻറ്റ്സ് ഒരു പാത്രത്തിനകത്ത്. അതെ, കണ്ടോ? നമുക്ക് ജീരകവും തേങ്ങയും കൂടെ അരച്ചെടുക്കാം. നല്ലോണം അരഞ്ഞ് കിട്ടണം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നാളികേരം മുറിച്ച് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചിരവയ്ക്ക് വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ജലാംശമാണ് അതിൽ കൂടുതലുള്ളത്. ഒരു 1/2 കിലോ കറി വെച്ചാൽ ഇപ്പോൾ ഒരു അരച്ചട്ടിയായി മാറി. ഇടുമ്പോൾ നമുക്ക് നിറയെ ഉള്ളതുപോലെ തോന്നും. കറിയാകുമ്പോൾ അത് വളരെ കുറഞ്ഞ അളവായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ നാളികേരം ഒഴിച്ചു. എന്നിട്ടത് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ അതിൻ്റെ മിക്സി ജാറൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തീ ഓഫാക്കുക. കൽച്ചട്ടിയാണ്, ചൂടിങ്ങനെ നിൽക്കും കുറേ നേരത്തേക്ക്. തിളച്ചൊക്കെ കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്ന് തിളയ്ക്കും. കൽച്ചട്ടിയും മൺചട്ടി അതൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും ഇത് ചോറിൻ്റെ കൂടെയും നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. പുളിയില്ലാത്ത കറിയാണ്. നമ്മുടെ തേങ്ങ അരച്ച കറികൾ, പരിപ്പിട്ട തേങ്ങ അരച്ച കറികൾ, ഇതൊക്കെ നമ്മുടെ തനി നാടൻ കുക്കിങ്ങിൽ വരുന്നതാണ്. ഇതുപോലെ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ വെച്ചുണ്ടാക്കുക, നല്ല രസമായിരിക്കും. കടുക് വറുത്തിടുക. കടുക്, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, അത്രയും സാധനങ്ങളാണ് നമ്മൾ വറവിന് ഉപയോഗിക്കുന്നത്. കടുക്, മുളക്, കറിവേപ്പില. കടുക്, മുളക്, കറിവേപ്പില എടുത്തിട്ട് നമ്മൾ വറുത്ത് കറിയിലേക്ക് ചൊല്ലുക. കുറച്ച് നേരം മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ ചിരവയ്ക്ക കറിയുടെ പണി കഴിയും.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ വിഭവം, തനി നാടൻ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.